പൗർണമിക്കാവ്. തിരുവനന്തപുരത്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് സമീപം വെങ്ങാനൂരിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ദേവീക്ഷേത്രമാണ് പൗർണമിക്കാവ് ബാല ത്രിപുരസുന്ദരി ദേവീക്ഷേത്രം. 51 അക്ഷരദേവതകളും കുടികൊള്ളുന്ന പരിപാവനമായ ക്ഷേത്രമാണ് പൗർണമിക്കാവ്. ഇവിടേക്ക് ദക്ഷിണ ഭാരതത്തിലെ പ്രഥമ മഹാമണ്ഡലേശ്വർ പരംപൂജ്യ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് എത്തി. കേരള ശിവസേന രാജ്യപ്രമുഖ് ശ്രീ ഭുവനചന്ദ്രനും പൗർണമിക്കാവ് ക്ഷേത്ര ട്രസ്റ്റികളും പൂർണ്ണ കുംഭത്തോടെ സന്യാസി ശ്രേഷ്ഠരെ എതിരേറ്റു. സ്വാമി ആനന്ദവനം ഭാരതിയോടൊപ്പം അഖാഡയുടെ സഭാപതി ശ്രീ ഹേമന്ത് മോഹൻ ഭാരതിജി മഹാരാജ്, ഹേമന്ത് പരമേശ്വര ഭാരതി, മഹന്ത് അവന്തിക ഭാരതി, മഹന്ത് ഓം ഭാരതി എന്നിവരും ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രമുറ്റത്തെ വിളക്കിന് തിരിതെളിച്ച ശേഷം ക്ഷേത്രത്തിന് മുന്നിലേക്ക് ആനയിക്കപ്പെട്ടു. തുടർന്ന് മഹാകുംഭമേളയ്ക്ക് പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ നിന്നും ശേഖരിച്ച ഗംഗാജലം ദേവിക്ക് അഭിഷേകം ചെയ്തു. അതായിരിക്കും.
ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയ സന്യാസി സംഘമാണ് അഖാഡകൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ അഖാഡയായ ജൂന അഖാഡയിൽ പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്ക് മുമ്പാണ് മഹാമണ്ഡലേശ്വറായി സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് സ്ഥാനാരോഹണം ചെയ്തത്. സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിൻ്റെ പൂർവാശ്രമം തൃശ്ശൂരാണ്. എറണാകുളം മഹാരാജാസ് കോളേജിൽ ഡിഗ്രിയും കാക്കനാട് കേരള മീഡിയ അക്കാദമിയിൽ നിന്നും റാങ്കോടുകൂടി ജേർണലിസത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷനും നേടിയ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് തുടർന്ന് മാതൃഭൂമിയിൽ ജോലി ചെയ്തു. വടക്കേ ഇന്ത്യയിലെ കുംഭമേളകളിലെ സന്യാസി ശ്രേഷ്ഠരെ പരിചയപ്പെട്ട സ്വാമിജി തൻ്റെ വഴി സന്യാസമാണെന്ന് തിരിച്ചറിയുകയും ജൂന അഖാഡയിൽ ചേരുകയും ചെയ്തു. ശങ്കരാചാര്യർക്ക് ജന്മം നൽകിയ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും ഭാരതത്തിലെ ഏറ്റവും വലിയ അഖാഡയുടെ മഹാമണ്ഡലേശ്വരായി സ്ഥാനാരോഹണം ചെയ്ത ആനന്ദവനം സ്വാമിജി മലയാളികൾക്കെന്നും അഭിമാനിക്കാവുന്ന തലത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. നമ്മളെല്ലാം കാത്തിരുന്ന ആനന്ദവനം സ്വാമിജി എത്തിച്ചേർന്നിരിക്കുകയാണ്. കേരളത്തിന് ലഭിച്ച ഒരു വലിയ അംഗീകാരം, ഭാരതത്തിന് ലഭിച്ച ഒരു വലിയ ശ്രേഷ്ഠത, ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി പൂർവാശ്രമത്തിൽ പത്രപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഒരു പത്രപ്രവർത്തകൻ പണ്ട് ചിന്മയാനന്ദ സ്വാമിജിയെ പോലെ ഇന്ന് ആധ്യാത്മിക തരംഗം പ്രചരിപ്പിക്കുവാൻ കുംഭമേള കഴിഞ്ഞ് നേരെ കേരളത്തിലെത്തുകയും കേരളത്തിൽ ആദിശങ്കരൻ്റെ ജന്മം കൊണ്ട് ധന്യമായ കാലടിയിലെത്തി ദർശനം നടത്തി അവിടെ നിന്ന് തൃശ്ശൂർ പേരൂരിലൂടി തിരുവനന്തപുരത്തേക്ക് എത്തിയ പുണ്യമേളയാണ്. നമ്മുടെ ഈ ദേവിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ ശ്രീ MS പൊന്നേന്ദ്രൻജി അദ്ദേഹം ഹരിദ്വാറിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ തിരുവില്ലാമലയിലുള്ള കേന്ദ്രത്തിലെത്തി അദ്ദേഹവുമായി വളരെ കൂടുതൽ സമയം ചർച്ച ചെയ്യുകയും മടങ്ങി വരുന്നത് ഇന്ന് മഹാമണ്ഡലേശ്വരനായിട്ടാണ്. ഈ 7-14 ലോകങ്ങളെ നിയന്ത്രിക്കുന്ന പ്രപഞ്ച മണ്ഡലത്തിൻ്റെ ഈശ്വരൻ, ഐശ്വര്യവാഹകൻ എന്നാണ് ആ മഹാവാക്കിൻ്റെ അർത്ഥം. അത് ഭാരതത്തിന് കിട്ടിയ, കേരളത്തിന് കിട്ടിയ ഒരു വലിയ അംഗീകാരമായി നമ്മൾ കാണുകയും ഒരു നിയോഗം പോലെ പൗർണമിക്ക് മാത്രം തുറക്കുന്ന നമ്മുടെ ക്ഷേത്രം ഇന്ന് അദ്ദേഹത്തിൻ്റെ ആഗമനത്തിനായി അഭിഷേകത്തിനായിട്ടാണ് തുറന്നത്. സപ്തമി കഴിഞ്ഞ് അഷ്ടമി തുടങ്ങുന്ന പുണ്യതിഥിയാണ്. സൗഭാഗ്യത്തിൻ്റെ ദിവസമായ വെള്ളിയാഴ്ചയാണ്. സർവോപരി ചില നക്ഷത്രങ്ങളോടൊപ്പമേ തൃ എന്ന അക്ഷരം ചേർക്കൂ. ഇന്ന് തൃക്കേട്ടയുമാണ്. സ്വാമിജിയുടെ ആഗമനത്തിനായി പ്രകൃതി ഒരുക്കിയ ഒരു മഹത്തായ സന്ദർഭം പോലെ ഈ പുണ്യദിനം മാറുന്നു. ഒരു പത്രപ്രവർത്തകൻ ഭാരത സംസ്കാരത്തിൻ്റെ ശംഖനാദം മുഴക്കാൻ, സനാതനധർമ്മം, ഹൈന്ദവധർമ്മം പ്രചരിപ്പിക്കുവാൻ ചിന്മയാനന്ദ സ്വാമിക്ക് ശേഷം നമുക്ക് ലഭിച്ച ഒരു പുണ്യ വരദാനമായി കണ്ടുകൊണ്ട് എല്ലാ ദൃശ്യ മാധ്യമങ്ങളും അങ്ങയുടെ ആഗമനത്തെ അറിയിക്കുവാനും വാർത്താമാധ്യമങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങയുടെ വാക്കുകൾ കൊണ്ട് ധന്യമാവട്ടെ ഈ സുപുണ്യ മുഹൂർത്തം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആനന്ദവനം സ്വാമിജിയുടെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. ഭാരതത്തിലെ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി, ധർമ്മപ്രചരണത്തിന് വേണ്ടി ഈ കേരള ഭൂമിയിൽ ജന്മം കൊണ്ട ഗുരു ആദിശങ്കരാചാര്യജി സ്ഥാപനം ചെയ്ത നാഗ സന്യാസിമാരുടെ ഏറ്റവും വലിയ സമൂഹമായ ശ്രീപഞ്ച് ദസ്നാം ജൂന അഖാഡ, ആ അഖാഡയുടെ മഹാമണ്ഡലേശ്വരായി
കേരളത്തിൽ നിന്നുള്ള ശങ്കര ജന്മഭൂമിയിൽ നിന്നുള്ള ആദ്യത്തെ മഹാമണ്ഡലേശ്വരായി ഒരു വലിയ നിയോഗം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഭാരതത്തിലെ ധർമ്മത്തിൻ്റെ പ്രചരണത്തിനും സംരക്ഷണത്തിനും വേണ്ടി നിലകൊള്ളുന്ന ദക്ഷിണ ഭാരതത്തിൽ ഇന്ന് നമ്മുടെ സനാതന ധർമ്മം നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനും അതിന് ആ വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് ധർമ്മത്തിനും സമാജത്തിനും പുതിയ ശക്തിയും കരുത്തും പകരുന്നതിനും വേണ്ടിയിട്ട് അഖാഡയുടെ പ്രവർത്തനങ്ങൾ ദക്ഷിണ ഭാരതത്തിലേക്ക് വ്യാപിപ്പിക്കണം എന്നാലോചിക്കുകയും അതിൻ്റെ ഭാഗമായി കൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ളൊരു സ്ഥാനത്തിലേക്ക് നമ്മൾ പരിഗണിക്കേണ്ടതായത്. ആ സ്ഥാനത്തിൽ ആ ദൗത്യം ഏറ്റെടുക്കുന്നതിന് ജഗദീശ്വരിയോട് കരുത്ത് തരുന്നതിന് വേണ്ടിയിട്ട് ജഗദീശ്വരിയോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയത്. കഴിഞ്ഞ മഹാകുംഭമേള മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മഹത്തായൊരു സംഗതിയായിരുന്നു. മുമ്പുള്ള കുംഭമേളകളിൽ ഒരു 500,000 പേരാണ് കേരളത്തിൽ നിന്ന് മലയാളികൾ എത്തിച്ചേരുന്നിരുന്നെങ്കിൽ ഇത്തവണത്തെ കുംഭമേള അത് 2.5 ലക്ഷത്തിലേറെ ആളുകൾ എത്തിച്ചേരുന്ന ഒരു വലിയ സംഗമമായി മാറി. ആ മഹാകുംഭമേളയുടെ മലയാളികൾക്ക് വേണ്ടി ഇത്തരം സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ നമുക്ക് വലിയ സഹായങ്ങൾ ചെയ്തു തന്ന ഒരു സങ്കേതം കൂടിയാണ് പ്രവർത്തനക്കാവ്. അപ്പം അതിനുള്ള ഒരു ഈ പരമ്പരയുടെ പിന്നെ നന്ദി കൂടി ഈ വേളയിൽ അറിയിക്കുകയാണ്. നമ്മളൊപ്പം ജൂനാഖാഡയുടെ പദാധികാരികളായ വലിയ പദാധികാരികളായിട്ടുള്ള വിശ്വംബർദാസ് മഹാരാജ്, അഖാഡയുടെ അലങ്കർ ബാർലശ്രീ മഹന്താണ്, അഖാഡയുടെ സജീവമായിട്ടുള്ള പരമേശ്വർ ഭാരതി മഹാരാജ്, ഇങ്ങനെയുള്ള പദാധികാരികൾ അഖാഡയുടെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ജൂനാഖാഡ നാഗസന്യാസി പരമ്പര ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ഇനി ദക്ഷിണ ഭാരതത്തിലും പ്രധാനമായിട്ടും ശങ്കര ജന്മഭൂമി കേന്ദ്രമാക്കിക്കൊണ്ട് കേരളത്തിലും വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സമാജത്തിന് വേണ്ടിയിട്ടും ധർമ്മത്തിന് വേണ്ടിയിട്ടും ചെയ്യുന്നതിനുള്ള ഒരു തുടക്കമായിട്ട് ഈ അവസരം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കുടിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ തിരുപരമ്പരയുടെയും ജഗദീശ്വരുടെയും